ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റിഫ മറിയം. ഞാൻ GLP ഹോസ്തുർഗ് തെരുവത്ത് സ്കൂളിലെ രണ്ടാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സാന്റിയാഗോ എന്ന മീൻപിടുത്തക്കാരൻ. ഇതാണ് ഞാൻ വായിച്ച ബുക്ക്, സാന്റിയാഗോ എന്ന മീൻപിടുത്തക്കാരൻ. ഇത് ഞാൻ എല്ലാ പാഠവും വായിച്ചു. ഇത് വായിച്ച് എനിക്ക് കുറച്ചെല്ലാം മനസ്സിലായി. എൻ്റെ ഉമ്മാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് കൂട്ടുകാർക്ക് ഞാൻ ഈ കഥ ചുരുക്കി പറഞ്ഞുതരാം. ഒരു കടൽ തീരത്ത് സാന്റിയാഗോ എന്ന മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കടലിൻ്റെ ആഴത്തിൽ പോയാണ് മീൻ പിടിക്കാറുള്ളത്. അദ്ദേഹം എപ്പോഴും വലിയ വലിയ മീനുകളാണ് പിടിക്കാറുള്ളത്. അതുകൊണ്ട് കടൽ തീരത്ത് താമസിക്കുന്ന സാന്റിയാഗോയ്ക്ക് ഒരുപാട് അസൂയക്കാരുണ്ടായിരുന്നു. സാന്റിയാഗോയ്ക്ക് കടലിനെ പേടിയേ ഇല്ല. കടലിനെ ഭയങ്കര ഇഷ്ടമാണ്. പതിവ് പോലെ സാന്റി മീൻ പിടിക്കാൻ പോയി. കടലിൻ്റെ ആഴത്തെത്തിയിട്ടാകുമ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സാന്റി വിചാരിക്കാതെ ഒരു സുനാമി പോലെ ഒരു തിരമാല ആഞ്ഞടിച്ചു. ആ സുനാമിയുടെ ശക്തി കൊണ്ട് സാന്റി ആഴക്കടലിലേക്ക് ഒഴുകിപ്പോയി. സാന്റി വിചാരിച്ചു, ഞാനിപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ സാന്റി ആ അടിത്തട്ടിലെത്തിയപ്പോൾ ഒരു വലിയ കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിൽ സാന്റി എത്തിയപ്പോൾ കടൽ കരയിൽ നിന്ന പോലെ ഉണ്ടായിരുന്നു. ശ്വാസം വലിക്കാനെല്ലാം കഴിയുന്നുണ്ട്. കൊട്ടാരത്തിൽ കുറേ മുത്തും വൈരവും മത്സ്യഗന്ധമാരും എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വയസ്സായ ആള് വന്നു. അതാരാന്നറിയണ്ടേ നിങ്ങൾക്ക്? അതാ കടലിൻ്റെ രാജാവാണ്. കടൽ രാജാവിനെ സാന്റി കണ്ടപ്പോൾ ആ രാജാവിനോട് സാന്റി ചോദിച്ചു, ഞാൻ എവിടെയാണ് എത്തിയത്? ഇതേത് ലോകം എന്ന് ചോദിച്ചു. കടലിലെ രാജാവ് പറഞ്ഞു, ഇതാണ് കടലിൻ്റെ അടിയിലുള്ള കൊട്ടാരം. ഞങ്ങളൊക്കെ കടലിൻ്റെ ജീവികളാണ്. ഞാനാണ് ഇവിടുത്തെ രാജാവ്. അങ്ങനെയൊക്കെ ആ രാജാവ് പറഞ്ഞു. ഈ ഒരു സുനാമിയിലൂടെയാണ് ഇവിടെ എത്തിയത്. നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ വേറൊരു സുനാമി വരണം. ആ സുനാമി എപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. ഇത് കേട്ട സാന്റി വല്ലാതെ സങ്കടപ്പെട്ടു. എനിക്കിപ്പം തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാന്റിയുടെ അടുത്ത് കടൽ രാജാവ് മല്ല നടന്നു വന്ന് തലയിൽ ഇങ്ങനെ തലോടിയിട്ടാകുമ്പോൾ സാന്റിയുടെ നാടേ മറന്നു. സാന്റിയുടെ ഭാര്യ എൽസാനെ മറന്നു, 2 മക്കളെ മറന്നു, നാടെല്ലാം മറന്നു. അങ്ങനെ എല്ലാം മറന്നുപോയ സാന്റി ആ കടലിൻ്റെ ജീവിയായി മാറി. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം. ഞാനൊരു ചിത്രം വരച്ചിന്. സാന്റി കടലിൽ പോയി മീൻ പിടിക്കുന്നത്. അത് എൻ്റെ ഉമ്മാവും ആരും സഹായിക്കാത്ത, ആരും ഹെൽപ്പ് ചെയ്യാത്ത ഒറ്റയ്ക്ക് വരച്ച ചിത്രമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ചിത്രം. ഉമ്മാവും കൂടി എന്നെ സഹായിക്കാറില്ല. അപ്പോൾ ഉമ്മാറിനാണ്. അങ്ങനെ ഞാനും ഉമ്മാവും കൂടി വരച്ചത്. ബൈ ബൈ.